അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്റ്റർ പിണറായി വിജയനുമായിട്ടല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളത് മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർക്കുമായിട്ട് ആയിരിക്കും എന്ന കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് അംഗത്തിന്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്നു, അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞു, അതനുസരിച്ച് ഈ ഉണ്ണിപ്പോറ്റിയെ വിളിച്ചു എന്നൊക്കെയുള്ളത് സ്റ്റോറിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ, അയാളല്ല അതിന്റെ ആക്ച്വൽ സ്പോൺസർ, ഇത് അഴിച്ചുകൊണ്ട് പോകാനും കൊണ്ട് നടക്കാനും പിന്നെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഉണ്ണികൃഷ്ണ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അഭിലാഷേ, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണത്തിന് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഇവിടെ ഗോപാലകൃഷ്ണനും ജ്യോതികുമാർ ചാമക്കാലിയൊക്കെ അതൊരു രാഷ്ട്രീയ ആരോപണമാക്കുകയാണ്. വസ്തുത എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പ്രത്യേകിച്ച് ജ്യോതികുമാർ ചാമക്കാല മനസ്സിലാക്കണം. ഈ ക്ഷേത്രത്തിലെ, ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ആയി ചേർന്ന ദ്വാരപാലക കവചത്തിലാണ് ഈ സ്വർണത്തിന് നിറമങ്ങി തുടങ്ങിയത്. അത് നന്നാക്കണം, നിറമെടുക്കണം എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാനുള്ള അവകാശം മിസ്റ്റർ ജ്യോതികുമാർ അത് തന്ത്രിക്കാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്ര സമുച്ചയ വിധികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കാനും അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കാനുമൊക്കെ ദേവസ്വം കമ്മീഷണർക്കും പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിലെ തിരുവാഭരണ കമ്മീഷണർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രം തന്ത്രിയാണ് ഇത് നന്നാക്കാൻ പണികൾ നടത്തുന്നതിന് അനുവാദം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അത് സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? അതിവിടെ ഗോപാലകൃഷ്ണൻ സ്റ്റോറികൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ സത്യാനന്തര കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥകൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നൽകി, അദ്ദേഹത്തിൻ്റെ മകൾക്ക് നൽകി എന്ന് ഈ ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിയുടെ ഒരു വക്കീല് പത്രസമ്മേളനം നടത്തി നമുക്കറിയാം. ഈ സ്വപ്ന സുരേഷിനെ വെച്ച് അതിനേക്കാൾ താഴ്ന്നു പോകരുത് ഗോപാലകൃഷ്ണ. ഇത് പെട്ടെന്ന് പിണറായി വിജയനുമായി ബന്ധിപ്പിക്കരുത്. പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലുള്ളത്? ഈ ചർച്ചയിൽ അഭിലാഷ് ചോദിക്കണ്ടേ? അത്തരം നിരുത്തരവാദപരമായ ഇതുപോലുള്ളൊരു ചർച്ചയിൽ കടന്നു വന്നിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട്, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ കാണിക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. തീർച്ചയായിട്ടും അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കട്ടെ അഭിലാഷേ. വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകരുത്. ശബരിമല ക്ഷേത്രം ഈ സമീപകാലത്ത് വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഭക്തരുടെ വർധനമുണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും ആക്ഷേപിക്കാനും ഇത്തരം പ്രശ്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രതിപക്ഷ ധർമ്മം? അതാണോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം? എന്നാൽ ഈ സംഭവങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടായി? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ 2019 ഈ മിസ്റ്റർ വിജയമല്യ സ്പോൺസർ ചെയ്ത ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് പരിശോധിച്ചപ്പോൾ വിജിലൻസിന് തന്നെ അതിൽ സംശയം വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരുന്നത് ഇതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി ശാന്തി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യം അറിയാത്ത ആളാണോ ഗോപാലകൃഷ്ണൻ? അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്റ്റർ പിണറായി വിജയനുമായിട്ടല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളത് മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർക്കുമായിട്ട് ആയിരിക്കും എന്ന കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. ഇതുപോലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ഭക്തിയൊക്കെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ പണം നാട്ടിലെ ഈ ഭക്തരിൽ നിന്ന് ശേഖരിച്ച് താൻ സ്പോൺസറാണെന്ന് പറഞ്ഞ് അതൊക്കെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള സംഭാവനകള് ക്ഷേത്രങ്ങൾ ഈ തന്ത്രപരമായും ആചാരപരമായുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ വിജയമില്ലാരാണ് അഡ്മിനിസ്ട്രേഷന് ബാധ്യതപ്പെട്ട ആളുകളുണ്ടല്ലോ. ഒറ്റ കാര്യം, ഇത് ഇന്ന് പുറത്തു വന്ന ഒരു വിവരം, ബാംഗ്ലൂരിൽ 2019 ഒരു പോസിറ്റീവ് സ്റ്റോറി അവിടുത്തെ ഒരു ന്യൂസ് പേപ്പറിൽ വന്നു. അത് ഈ ശബരിമലയിലേക്ക് സ്പോൺസർ ചെയ്ത ആളുകളെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. അതിൽ പറയുന്നത് ഈ 20 കൊല്ലം മുമ്പ് വിജയ് മല്യ ഒരു സ്പോൺസർഷിപ്പ് നടത്തി. അതിനുശേഷം വീണ്ടും ഈ ദ്വാരപാലക സംവിധാനത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള 2 പേരാണ്, രമേശ് അനന്ത സുബ്രഹ്മണ്യം. 2 പേർ ഉണ്ണിപ്പോറ്റി വഴിയാണ് ഈ സ്പോൺസർഷിപ്പ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് വിജയ് മല്യ സംഭാവന ചെയ്തിട്ടുള്ള ആ ദ്വാരപാലക ശില്പത്തിന്റെ കവചമുണ്ടല്ലോ, അത് മാറ്റണമെന്നൊരു ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നത്തിൽ അയ്യപ്പൻ ദർശനം കൊടുത്ത് പറഞ്ഞത്രേ. തന്ത്രിയല്ല, ദേവസ്വം ബോർഡ് അംഗത്തിന്
സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞത്രേ, എൻ്റെ ദ്വാരപാലക ശില്പത്തിന്റെ ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ അത് മങ്ങിപ്പോയി, അതുകൊണ്ട് മാറ്റണമെന്ന്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുകയാണ്. ഉണ്ണിപ്പോറ്റി സ്പോൺസർമാരുണ്ടോ? അപ്പോൾ ഉണ്ണിപ്പോറ്റിയാണ് ഈ പറഞ്ഞ ബാംഗ്ലൂരിലെ 2 സ്പോൺസർമാരെ കൊണ്ടുവരുന്നത്. എന്നിട്ടോ അവർ ഹൈദരാബാദിൽ നിന്ന് ചെമ്പ് പാളി ഉണ്ടാക്കി, ആ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പ് പാളി സ്മാർട്ട് ക്രിയേഷൻ എന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്വർണ്ണം പൂശി തിരികെ കൊണ്ടുവച്ചു. ഇതാണ് സംഭവിച്ചത് 2019. അപ്പോൾ ഈ അവിടെ അത്രയും കാലം ഇരുന്ന വിജയ് മല്യ സ്പോൺസർ ചെയ്ത അവിടുത്തെ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ ഒറിജിനൽ പാളി ഉണ്ടല്ലോ, അതെവിടെ പോയി? അത് ആരോട് ചോദിക്കും? അത് ഇപ്പൊ ഈ സ്റ്റോറികളിൽ ഈ എന്താണ് ദേവസ്വം ബോർഡ് അംഗത്തിന്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്നു, അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞു, അതനുസരിച്ച് ഈ ഉണ്ണിപ്പോറ്റിയെ വിളിച്ചു എന്നൊക്കെയുള്ളത് സ്റ്റോറിയാണ്. അതിന്റെ വസ്തുത എന്താണെന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാം 2019 വന്ന വാർത്തയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് എങ്ങനെയാണ് ശബരിമല തന്ത്രിമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് തന്ത്രി കുടുംബവും ഇവരും തമ്മിലുള്ള ബന്ധം? ഒരു സംശയവുമില്ല, എനിക്കൊരു സംശയവുമില്ല. ഈ ശബരിമലയുടെ വിഗ്രഹപ്രതിഷ്ഠയും അവിടുത്തെ തന്ത്രസമുച്ചയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് അഭിലാഷേ, ആ സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങളുടെ സുപ്രീം അതോറിറ്റി അവിടെ എന്ത് നടക്കണമെങ്കിലും, അവിടെ സ്വർണത്തിന് നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്, ഉത്തരവ് നൽകുന്നത് ഒരു സംശയവുമില്ല തന്ത്രിമാരാണ്. ഈ കവചത്തിന് സ്വർണം പൂശിയ കവചത്തിന് നിറം മങ്ങിയിട്ടുണ്ട്, അതിന് പണി നടത്താൻ അനുമതി നൽകുന്നവരാണ്. വിഗ്രഹത്തെയോ ശ്രീകോവിലെ ഈ ദ്വാരപാലക സംവിധാനത്തെയോ ഒന്നും തൊട്ട് കളിക്കാൻ മറ്റാർക്കും അവകാശമില്ല. തന്ത്രിമാർ വിചാരിക്കണം എന്നാണ്